പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലവും ദൈവം നമ്മെ വളരെ അത്ഭുതകരമായി കരുതി പരിപാലിച്ചു, വഴി നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രഭാതത്തിൽ സുഖകരമായ നിദ്രയ്ക്ക് ശേഷം നമുക്ക് സ്തോത്രത്തോടെ ഉറക്കം എഴുന്നേൽക്കുവാനും ഈ സമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ധ്യാനിപ്പാനും ദൈവം നമുക്ക് കൃപ തന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാകുന്നു. അനേകർ നിദ്രയിലോട്ട് പ്രവേശിക്കപ്പെട്ടു. എന്നാൽ ആ നിദ്രയിൽ നിന്ന് പ്രഭാതത്തെ വരവേൽപ്പാൻ കഴിയാതെ വണ്ണം നിത്യതയുടെ മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും അല്പസമയം കൂടെ, അല്പനാളുകൾ കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജനത്തെ ദൈവം എത്രമാത്രം കരുതുന്നു, എത്രമാത്രം പരിപാലിക്കുന്നു, എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കൂടി കടക്കുമ്പോഴും ദൈവം നല്ലവനെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിപ്പാനൊക്കെ ഇടയായിത്തീരുന്നത്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇഹലോകപരമായ നന്മകളുടെയും സന്തോഷങ്ങളുടെയും പിറകേന്ന് യാത്ര തിരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ആ ആശ്രയം വൃഥാവായി പോകാതെ കർത്താവിലോട്ട് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയായി തീരുകയും ചെയ്യുന്നുണ്ട്. ഒരു പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലോട്ട് പ്രവേശിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഇടയായിത്തീരുന്നുണ്ട്. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷവും പലപ്പോഴും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇഹലോകപരമായ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. കാരണം ഈ ലോകത്തിലെ കഷ്ടതകളിൽ കൂടി കടന്നുപോയി, പാപം ഒഴികെ ബാക്കി സകലത്തിലും ഒരു മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് എൻ്റെ കർത്താവ്. ആ കഷ്ടതകളെല്ലാം ജയിച്ച ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. കഷ്ടതകളെ ജയിപ്പാൻ ഇടയായിത്തീരും. നമ്മൾ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ ജയാളികളാകുന്നവരുടെ കൂട്ടത്തിലാണ്. ബൈബിൾ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, എപ്പോഴും നമ്മെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏത് മേഖലയ്ക്കകത്ത് നമ്മെ ജയോത്സവമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് സാധ്യമാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും മോശയുടെ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുവാൻ ഒറ്റ റീസണേ ഉള്ളൂ, ദൈവം കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ. ഇസ്രായേൽ ജനത്തെയും നയിച്ചുകൊണ്ട് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് മോശ യാത്ര തിരിക്കുമ്പോൾ ഒറ്റ കാര്യമേ ദൈവത്തോട് ആവശ്യപ്പെട്ടുള്ളൂ, നിന്റെ സാന്നിധ്യം കൂടാതെ ഞങ്ങളെ എങ്ങോട്ടും അയക്കരുതേ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എങ്കിൽ ഏത് മേഖലകളെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് ദൈവമാണ് നമുക്ക് ഉറപ്പ് തന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമേറിയ ഒരു ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും വലിയൊരു പ്രോമിസാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കുവാൻ പാടില്ലാത്തൊരു മേഖലയാണ്. ഏത് മേഖലയിലും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ജയിപ്പാൻ തക്കവണ്ണം ബലം പകരുന്ന ഒരു പദമാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ കൂടി കടന്നു പോകേണ്ടി വരും.
ഒരിക്കലും ഫേസ് ചെയ്യാത്ത പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ പ്രതിസന്ധികളിലൊക്കെയും നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാക്കാണ്. വേദപുസ്തകത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവത്തിന്റെ ഭക്തന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ കരുത്തെന്ന് പറയുന്നത്, അവരുടെ ബലം എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അവരോടെല്ലാം ദൈവം പറഞ്ഞൊരു കാര്യമാണ്. ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തദാസനായിരുന്ന മോശയോട് കൂടെ യാത്ര ചെയ്ത് കൂടെ ഇരുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. മോശയുടെ കാലഘട്ടത്തിന് ശേഷം യോശുവയുടെ ജീവിതത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ യോശുവയ്ക്കും ദൈവം ഒരു ഉറപ്പ് കൊടുത്തു, മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്നുള്ളത്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഉടനീളമുള്ള ദൈവഭക്തന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ കൂടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ആ ദൈവത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. ആ ദൈവത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ ഏത് മേഖലകളെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കും. നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ സമ്പത്തിന് പരിമിതിയുണ്ട്, ഈ ലോകത്തിലെ ബന്ധങ്ങൾക്ക് പരിമിതിയുണ്ട്, അധികാരങ്ങൾക്ക് പരിമിതിയുണ്ട്, ശാസ്ത്രത്തിന് പരിധിയുണ്ട്, നിയമത്തിന് പരിധിയുണ്ട്. അപ്പോൾ ഈ പരിധികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ പരിധികൾക്കകത്ത് നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോകാതെ വണ്ണം ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കി തീർക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സകലത്തിന്റെ മേലും നമ്മെ ജയാളികളാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. കാരണം നമ്മുടെ ഫെയ്ത്ത് മറ്റുള്ള വിശ്വാസം പോലെയല്ല. നമ്മുടെ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മുടെ ഉടയവനായ ദൈവം, ആ ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുവാൻ കഴിയും. കാരണം ഈ ദൈവ സൃഷ്ടാവാണ്. അപ്പോൾ ഒരു സൃഷ്ടാവിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുവാൻ കഴിയും. 2, മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. അതൊരു സൃഷ്ടാവിന്റെ പ്രത്യേകതയാണ്. താൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ തിരിച്ചു വീണ്ടും ജീവനോടെ വിളിച്ചു വരുത്തുവാൻ ആ ദൈവത്തിന് കഴിയും. അപ്പോൾ ഈ ഒരു ഫെയ്ത്ത്, സൃഷ്ടാവായ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിലാണ് മോശയിൽ കൂടെ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അറിഞ്ഞ ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. വിശ്വാസത്തിലുള്ള യാത്ര ആരംഭിച്ചപ്പോൾ വലിയ സന്തോഷമാണ്, വലിയ പ്രതീക്ഷയാണ്, ഒരു പ്രത്യേക ആവേശമാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്ന ഒരു സമയത്ത് ഒരു വല്ലാത്തൊരു ആവേശമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. എല്ലാം വിട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ആവേശം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭയോട് പറഞ്ഞൊരു പദമുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. ഈ ലോകത്തിൽ പ്രിയരെ ഒരു കാലഘട്ടം നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം സ്ഥിരതയോടെ ഓടിത്തീർക്കണമെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളണം. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത് യേശുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് നമ്മെ സഹായിക്കും, കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും, കർത്താവ് നമ്മെ താങ്ങിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനവും ഇറങ്ങിത്തിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവം വാഗ്ദത്ത ദേശത്തിൽ എത്തിക്കും എന്നുള്ള അവരുടെ ഫെയ്ത്ത്. പക്ഷെ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെക്കുറിച്ച് അവർ കേട്ടു. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത മനോഹരമായ, ഫലപുഷ്ടിയുള്ള, വസിപ്പാൻ യോഗ്യമായ, അനുഗ്രഹിക്കപ്പെട്ട ആ ദേശത്തെക്കുറിച്ച് ഇവർ കേട്ടിരുന്നു. ഇവർ അത് ഏറ്റെടുത്തിരുന്നു. എന്നാൽ ആ ദേശത്തെ കൈവശമാക്കുന്നതിന് മുൻപിൽ വെളിപ്പെടാൻ പോകുന്ന ചെങ്കടലിനെ കുറിച്ചോ, മാറയെക്കുറിച്ചോ, ഒരു യെരിഹോമിനെ കുറിച്ചോ, യോർദാനെ കുറിച്ചോ ഒന്നും ഇവർ കേട്ടില്ല. എന്തുകൊണ്ട് ദൈവം അത് അവരോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ദേശത്തിലോട്ട് പ്രവേശിപ്പാൻ ഇതൊന്നും ഒരു തടസ്സമല്ലാത്തത് കൊണ്ടാണ്. വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ യാത്രയ്ക്ക് മുൻപിൽ വെളിപ്പെടുന്ന പ്രതികൂലങ്ങൾക്കൊന്നിനും
അവരുടെ വാഗ്ദത്തത്തെ തടയുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്. ചെങ്കടലിനെ സൃഷ്ടിച്ച ദൈവം കൂടെയുണ്ട്. മാറായെ ഉരുവാക്കിയ ദൈവം കൂടെയുണ്ട്. യെരിഹോമിനെ പണിയുവാൻ തക്കവണ്ണം ബലപ്പെടുത്തിയ ദൈവം കൂടെയുണ്ട്. യോർദാനെ സൃഷ്ടിച്ച ദൈവം കൂടെയുണ്ട്. അപ്പോൾ ആ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ പ്രതികൂലങ്ങളൊന്നൊരു വിഷയമല്ല. എന്നാൽ ഈ പ്രതികൂലങ്ങൾ വാഗ്ദത്തത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവമക്കളെ ഭയപ്പെടുത്തുന്നു. ഇവിടെയാണ് ചെങ്കടലിന്റെ മുൻപിൽ അകപ്പെട്ടുപോയ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഇവരെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന മിസ്രൈം സൈന്യത്തെ കണ്ടിവർ ഭയപ്പെട്ടു പോയെന്ന ബൈബിൾ പറയുന്നത്. ആ ഭയപ്പെട്ടു പോയ സമയത്ത് ഇവർ മുന്നിലോട്ട് നോക്കിയപ്പോൾ ചെങ്കടൽ, പുറകിലോട്ട് നോക്കിയപ്പോൾ മിസ്രൈം സൈന്യം. അപ്പോൾ എല്ലാ വഴികളും അടയപ്പെട്ടു. ഈ വഴി അടയപ്പെട്ടപ്പോഴാണ് മോശയ്ക്ക് നേരെ ഇവർ സംസാരിക്കുന്നത്, യഹോവയോട് നിലവിളിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്, മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങൾ കണ്ട് ജീവിതത്തിൽ ഭയം ഉളവാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ആടി ഉലയുന്നത് കാണുവാൻ കഴിയും. ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞ ഒരു കാര്യം ഇന്ന് പകൽക്കാലം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഇവിടെ മോശ പറയുന്ന ഈ 2 വാക്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ ഭാഗം മോശ ഇസ്രായേൽ ജനത്തോട് ചെയ്യുവാൻ പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ ജനം വിശ്വസിക്കേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇസ്രായേൽ ജനം അനുസരിക്കേണ്ടുന്ന കാര്യം. 2, ഇസ്രായേൽ ജനം വിശ്വസിക്കേണ്ടുന്ന കാര്യം. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അനുസരണ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. വിശ്വാസത്തിന്റെ പ്രവൃത്തി ആണ് അനുസരണ. അപ്പോൾ വിശ്വാസത്തിനൊരു ആക്ഷൻ ഉണ്ട്, വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. യാക്കോബ് പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതിന് തുല്യം. അപ്പോൾ നമ്മൾ ദൈവം പറയുന്ന വാഗ്ദത്തത്തെ വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അനുസരിച്ചേ മതിയാകും. അപ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നതും വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വ ബോധമാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളിലോട്ട് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കരയുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ദൈവത്തോടുള്ള ബന്ധത്തിനകത്തുണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള അത്ഭുത പ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചേ മതിയാകും. ഇവിടെ മോശ 3 കാര്യങ്ങൾ, ദൈവം ഇവർക്ക് വേണ്ടി ചെയ്യുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഇന്ന് നിങ്ങൾക്ക് യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കാണണം. 2, ഇപ്പോൾ നിങ്ങൾ ഭയപ്പെട്ട ഈ മിസ്രയീമ്യരെ ഇനി ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. 3, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ 3 കാര്യങ്ങളും ദൈവമക്കൾ വിശ്വസിച്ചേ മതിയാകും. ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഒന്നാമത് മോശ പറഞ്ഞൊരു പദമാണ്
ഭയപ്പെടേണ്ട. അപ്പോൾ ഭയം എന്ന് പറയുന്നത് ഒരു കെണിയാണ്. ജീവിതത്തിനകത്ത് കടന്നു വരുന്ന രോഗത്തെ നമ്മൾ ഭയപ്പെടരുത്. ജീവിതത്തിലെ തകർച്ചകളെ നമ്മൾ ഭയപ്പെടരുത്. ജീവിതത്തിലെ പരാജയങ്ങളെ ഭയപ്പെടരുത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം പ്രിയരെ, രോഗത്തിൽ ഒരു സൗഖ്യം ഉണ്ട്, പരാജയത്തിൽ ഒരു ജയമുണ്ട്, തകർച്ചയിൽ ഒരു ഉയർച്ചയുണ്ട്, നിന്ദയിൽ ഒരു മാനമുണ്ട്, ആമേൻ, ലജ്ജയിൽ ഒരു അഭിമാനമുണ്ട്, ആമേൻ, അപമാനത്തിൽ ഒരു പ്രശംസയുണ്ട്, താഴ്ചയിൽ ഒരു ഉയർച്ചയുണ്ട്, ആമേൻ. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഭയപ്പെടേണ്ട. ഏത് സാഹചര്യവും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ജീവിതത്തിലെ ആ സാഹചര്യത്തെ കണ്ട് ഒരിക്കലും നിങ്ങൾ worried-ആകരുത്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കാരണം ആമേൻ, ഈ ഭയം ഒരു കെണി എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ഭയപ്പെടുന്നത്, നിങ്ങൾ ജീവിതത്തിൽ എന്താണോ ഭയപ്പെടുന്നത്, അത് കൊടുങ്കാറ്റ് പോലെയും അതിന്റെ റിസൾട്ട്, ആപത്ത്, ചുഴലിക്കാറ്റ് പോലെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുമെന്നാണ് ആമേൻ ശലോമൻ ജ്ഞാനി പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യത്തിൽ. അപ്പോൾ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഭയപ്പെടരുത്. നമ്മൾ വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം കൂടെയുണ്ട്. മുൻപിൽ ചെങ്കടലുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പിറകിൽ ഫറവോന്റെ സൈന്യമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. എല്ലാ വഴികളും അടയപ്പെട്ടു നിൽക്കുന്നു, ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോഴും ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സത്യം നമ്മുടെ കൂടെയുണ്ട്. ആ സത്യം മറ്റൊന്നുമില്ല, ഞാൻ ആരെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചോ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത്, എൻ്റെ ട്രൂത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോഴും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നൊരു ട്രൂത്ത്, ആ സത്യം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പ്രിയരെ, ഒരു സാഹചര്യത്തെ നമ്മൾ ഭയപ്പെടുത്തില്ല. ഈ ശദ്രക്ക്, മേശക്, അബേദ്നഗോ എന്ന 3 ചെറുപ്പക്കാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. അനവധി പേർ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ബാലിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ വണങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ 3 ചെറുപ്പക്കാരും ആ ബാലിന്റെ വിഗ്രഹത്തെ വണങ്ങാതെ നിൽക്കുമ്പോൾ അവർ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിപ്പാൻ മതിയായവനാണ്. ഇനി അഥവാ വിടിവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി, അവർ ഭയപ്പെട്ടില്ല, തീയെ ഭയപ്പെട്ടില്ല, നെബൂഖദ്നേസർ രാജാവിനെ ഭയപ്പെട്ടില്ല, അവർ മരണത്തെ ഭയപ്പെട്ടില്ല. രാജാവ് കൽപ്പിച്ച ആ ശിക്ഷയെ അവർ സന്തോഷത്തോടെ വരവേൽക്കുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെ ഉണ്ട് എന്ന് നെബൂഖദ്നേസർ രാജാവും കൂടെയുള്ളവരും കണ്ടത് എപ്പോഴാണ് പ്രിയരെ? ആ തീക്കകത്തെടുത്തെറിയുമ്പോഴാണ്. 4-മനായി കർത്താവ് അവിടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, കൂടെ നിൽക്കുന്നവരെല്ലാം നിങ്ങളെ വിട്ടുമാറി എന്ന് വരാം, സഹോദരങ്ങൾ നിങ്ങളെ വിട്ടുമാറി എന്ന് വരാം, കൂട്ടുവിശ്വാസികൾ നിങ്ങളെ വിട്ടുമാറി എന്ന് വരാം, ബന്ധുക്കൾ നിങ്ങളെ വിട്ടുമാറി എന്ന് വരാം. പക്ഷേ ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ കൈവിടാതെ വണ്ണം മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവനാണ് എൻ്റെ ഉപനിധി, ആ നാൾ വരെയും എന്നെ കാത്തു സൂക്ഷിപ്പാൻ അവൻ മതിയായവനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്. 2, ഉറച്ചു നിൽക്കുക. നിങ്ങൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അബ്രഹാമിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ആമേൻ, ജാതികളുടെ പിതാവാകും എന്നൊരു വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ നിൽക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന യാതൊരു യാഥാർത്ഥ്യവും തന്റെ കൺമുമ്പിലില്ല. സാഹചര്യങ്ങളെല്ലാം എതിരാണ്. പക്ഷേ ബൈബിൾ അവിടെ രേഖപ്പെടുത്തി, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശിക്കാൻ പോലും വകയില്ലാത്ത ഇടത്ത് ആശയോടെ വിശ്വസിപ്പാൻ ഇടയായി തീർന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അവിടെ ബൈബിൾ പറയുന്നു, റോമാലേഖനം 4-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു,
അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എങ്ങനെ ഉറച്ചു നിന്നു? വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം നിവർത്തിയാക്കുവാൻ മതിയായവനെന്ന് വിശ്വാസത്തിൽ ഉറച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കൈമാറുന്നു, നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒന്ന്, നിങ്ങൾ ഭയപ്പെടരുത്. രണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. മൂന്നാമത് മോശ പറഞ്ഞൊരു പദമാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറയാറുണ്ട്. നോക്കിക്കൊള്ളണം പ്രിയരെ, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞൊരു പദമുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? അപ്പോൾ വിശ്വാസത്തിൽ യാത്ര തിരിച്ച ഒരു ജനം, ഫറവോന്റെ സൈന്യം തങ്ങളോട് അടുത്തു വരുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ഭയം വിശ്വാസത്തിൽ നിന്ന് അവരെ അവിശ്വാസത്തിലേക്ക് നയിച്ചു. ആ അവിശ്വാസം അവരുടെ ഉള്ളിലോട്ട് പ്രവേശിച്ചപ്പോൾ അവർ മോശയ്ക്കെതിരെ സംസാരിപ്പാൻ തുടങ്ങി, പിറുപിറുക്കുവാൻ തുടങ്ങി. ആമേൻ. ഇയ്യോബിനോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നീ മിണ്ടാതെ ഇരുന്ന് എൻ്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക. പ്രിയരെ, ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ നെഗറ്റീവ് പദങ്ങൾ നിങ്ങൾ പറയരുത്. ആമേൻ. പിറുപിറുക്കരുത്, ദൈവത്തിനെതിരെ സംസാരിക്കരുത്, ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കരുത്. ആമേൻ. മർക്കോസ് 11:22 പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തിപ്പെടുത്തും. ദാവീദിന്റെ ഓരോ സങ്കീർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെ ആകുന്നു എന്ന് ദാവീദ് വെളിപ്പെടുത്തുകയാണ്. പ്രിയരെ, നിങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ നെഗറ്റീവ് പറയരുത്. നിങ്ങൾ മിണ്ടാതിരിക്ക്. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിലെ ആ നിന്ദയെ മാറ്റുവാൻ തക്കവണ്ണം ശുശ്രൂഷക്കാർക്ക് മറിയ കൊടുത്ത ഒരു ഉപദേശമുണ്ട്, യേശു എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക. അപ്പോൾ അനുസരണ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസത്തിനകത്ത് നിന്ന് ഒരു അനുസരണയുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ദൈവം പറയുന്നത് അതുപോലെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കും, അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ സ്റ്റെപ്പ് വയ്ക്കുക. ദൈവം പറയുന്ന വാഗ്ദത്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ആ വാക്കിനനുസരിച്ച് നിങ്ങൾ നടക്കുവാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തിൽ എന്തുളവാക്കും? അത്ഭുതത്തെ ഉളവാക്കും. ചെങ്കടൽ നമ്മുടെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു മാറും. യോർദാൻ നമ്മുടെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നമ്മുടെ മുമ്പിൽ തകർന്നു പോകും. മാറ നമ്മുടെ മുമ്പിൽ മാധുര്യമായി മാറും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കൈമാറുകയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മിശ്രൈമ്യ അനുഭവങ്ങളെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് എൻ്റെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാനാണ്. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോകാതെ, ശകാരത്തിന് പകരം ശകാരം കൊടുക്കാൻ പോകാതെ, ഈ നാളുകളിൽ ബലത്തോടെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വിശ്വാസത്തിൽ ഉറച്ച് അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നമ്മെ കരുതും. വിശ്വസിക്കുന്നുണ്ടോ പ്രിയരെ? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1, ഭയപ്പെടരുത്. 2, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 3, നിങ്ങൾ മിണ്ടാതിരിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്തും പരാജയപ്പെടുകയില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ദൈവത്തിന്റെ ജയോത്സവങ്ങളായി മാറും. യഹോവ നിസ്സിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. എനിക്ക് ഉറപ്പുണ്ട് പ്രിയരെ, അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോകാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ യഹോവ നിസ്സിയായിട്ട് സർവശക്തനായ ദൈവം വെളിപ്പെടും. നിങ്ങൾ പലവിധമായ ഭാരങ്ങളിൽ പ്രയാസപ്പെടുന്നവരാകാം. പക്ഷേ
നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറുപടി ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാമോ? നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാമോ? നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവം ഇന്ന് നിങ്ങൾക്കും വേണ്ടിയും പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും അധികാരസ്ഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളെ ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയുന്ന ദൈവം, മനുഷ്യർ കണ്ണുകൊണ്ട് കാണുന്നതിനെ നോക്കി വിലയിരുത്തുമ്പോൾ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്റെ മീതെ ചലിക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി വ്യാപരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവ മഹത്വം വ്യാപരിക്കപ്പെടട്ടെ. ഒരു അത്ഭുതത്തിന്റെ കരം ഇവിടെ ചലിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഈ ജനം ദൈവത്തിന്റെ അത്ഭുതത്തെ പ്രാപിക്കട്ടെ, വലിയ വിടുതൽ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 എറൈസ് ആൻഡ് ഷൈൻ എന്ന ഈ പ്രോഗ്രാം ഹാർവസ്റ്റ് ടെലിവിഷനിൽ നടക്കുന്നു. നിങ്ങൾ മുടങ്ങാതെ ഇത് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ തിരുവനന്തപുരം ജില്ലയിലെ ഉദിയൻകുളങ്ങര ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന എറൈസ് ആൻഡ് ഷൈൻ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ മോറിയ കോംപ്ലക്സിന്റെ 5ാമത്തെ നിലയിൽ ധനലക്ഷ്മി ബാങ്കിന്റെ മുകളിലത്തെ നിലയിൽ ഞങ്ങളുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്ക് കടന്നു വരാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും സഭയിൽ ആരാധിക്കുവാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 6 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ഇതേ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഹാളിൽ കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഞങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് നിങ്ങളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.